തമിഴ്നാട്ടിൽ DMK സർക്കാർ തുടരുമെന്ന ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ റിപ്പോർട്ടറിനോട് 5 വർഷത്തെ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്നും തങ്ങളെപ്പോഴും ജനങ്ങൾക്കൊപ്പമാണെന്നും ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചു. vote பண்ணனும்னா last 5 years we have shown immense development in Tamil Nadu, so definitely people of Tamil Nadu will vote for DMK. Been traveling for the past 5 years across Tamil Nadu. People, our candidates, our leaders especially, we don't travel only for the elections, we are always with the people, especially after becoming the minister and the deputy minister, chief minister. I've been traveling across all the districts for the last 3.5 years, and we are always with the people, and people will always be with us. തമിഴ്നാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദിവസമാണ്. ഇന്ന് നിശബ്ദ പ്രചാരണം നടക്കുന്നു. 234 മണ്ഡലങ്ങളിലായി 4834 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ നാളെ തെരഞ്ഞെടുപ്പ് വിധി എഴുതാൻ പോവുകയാണ്. എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മവിശ്വാസം? എങ്ങനെയാണ് DMK പ്രതികരിക്കുന്നത്? അതിൽ ഉദയനിധി സ്റ്റാലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. DMK രണ്ട് മുന്നണികളും ഒപ്പം TVKയുടെ സാന്നിധ്യവും, അങ്ങനെ 3 സഖ്യങ്ങളായുള്ള മത്സരമാണ് നമ്മൾ കാണേണ്ടത്. പലയിടത്തും ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉദയനിധി സ്റ്റാലിന്റെ പ്രതികരണം വലിയ ആത്മവിശ്വാസമാണ്. ഒരുപക്ഷെ ഈ 3 കൂട്ടരിൽ ഏറ്റവും ആത്മവിശ്വാസം കൂടുതൽ DMKയ്ക്കാണെന്ന് അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ, ആവേശം കാണുമ്പോൾ പറയേണ്ടി വരും. കഴിഞ്ഞ 5 വർഷം ചെയ്ത് പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ അത് വോട്ടായി മാറും എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നത്. അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നു. ADMK ആകട്ടെ സ്റ്റാലിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ സമയമായി എന്നാണ് ADMK നേതാവ് എടപ്പാടി പളനിസ്വാമിയുടെ പുതിയ പ്രതികരണം വന്നിട്ടുള്ളത്. അതിനുവേണ്ടി തമിഴ്നാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. TVK അട്ടിമറി വിജയം നേടുമെന്ന പ്രതീക്ഷ അവസാന ഘട്ടത്തിലും പങ്കുവയ്ക്കുകയാണ്. ഏതായാലും 3 കൂട്ടരും അതിശക്തമായ ആത്മവിശ്വാസത്തിൽ, വലിയ വികാരത്തിൽ പ്രചരണങ്ങളിൽ സജീവമായിരുന്നു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. പുറത്തൊന്നും പരിപാടികളൊന്നും ഇല്ലെങ്കിലും പലതരത്തിലുള്ള നിശബ്ദമായിട്ടുള്ള പ്രചരണങ്ങൾ, പരിപാടികൾ, കളത്തിൽ എല്ലാ നേതാക്കളും ഉണ്ട് എന്നതാണ് പൊതുവിൽ നമ്മൾ കാണുന്നത്. നാളെയാണ് തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് ആളുകൾ പോവുക, വോട്ടർമാരെത്തുക, ജനവിധി എഴുതുക. 243 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ആരാകും അധികാരം പിടിക്കുക? ഒരു തവണ പോലും DMKയ്ക്ക് ഭരണ തുടർച്ചയുണ്ടായിട്ടില്ല. അത് ഇത്തവണ ചരിത്രം മാറ്റി എഴുതാനാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും. നാളെയാണ് തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.